കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു സ്വിഗ്ഗിക്കില്ലാത്തതും സൊമാറ്റോയ്ക്ക് ഉള്ളതുമായിട്ടുള്ള ഉപകാരമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതുകൊണ്ട് എനിക്ക് കിട്ടിയേക്കുന്ന പണി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു 3 ആഴ്ചക്കുള്ളിൽ നടന്നൊരു സംഭവമാണ്. ഇതൊരു രാത്രി ഒരു ശനിയാഴ്ച നടന്നതാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ അടിച്ചു. ഞാൻ അവിടെ ചെന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി ചെന്നു. അവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഓർഡർ റെഡിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഓർഡർ റെഡിയാണ്, എൻ്റെ നമ്പർ കാണിച്ചു കൊടുത്തു. അപ്പോൾ തരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിവിടെ ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ വന്നു, അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു. എല്ലാവരോടും ഞാൻ ചോദിക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുത്ത് പോയി. അത് കഴിഞ്ഞ് അവിടുത്തെ മാനേജർ വന്നു. മാനേജർ മാനേജറും നോക്കി. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 3/4 മണിക്കൂർ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറയുകയാണ് ഈ ഓർഡർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴാണ് എനിക്ക് ശരിക്കും കാര്യം കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒരാൾക്ക് ഈ ഓർഡർ അടിച്ചായിരുന്നു. അയാൾ വന്നിട്ട് ആ ഫുഡ് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് അയാൾ ആ ഓർഡർ ട്രാൻസ്ഫർ ചെയ്തു, പിക്കപ്പ് ചെയ്യാണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ഫുഡും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യം തന്നെ ചെറിയൊരു ഡൗട്ട് എനിക്ക് അടിച്ചാലും പിന്നെ എനിക്കത് കുറച്ചുകൂടി മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാനും നേരെ ട്രാൻസ്ഫർ അടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു പയ്യൻ വന്നിട്ട് അവൻ ടിക്കറ്റ് ഇട്ടു കസ്റ്റമർ കെയറിട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സാധനം ഇല്ല. അതുകൊണ്ട് കസ്റ്റമർ കെയർ എന്നെ വിളിച്ചു, നിങ്ങൾ ആ ഫുഡ് എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു പറഞ്ഞു. ഇനിയും ഞാൻ നിങ്ങൾ ടിക്കറ്റ് ഇട്ട് കസ്റ്റമർ കെയറായിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ എനിക്ക് അടുത്ത ഓർഡർ എടുക്കും. അപ്പോൾ എങ്ങനെ വെച്ചാൽ 1-1.5 മണിക്കൂർ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് എമൗണ്ട് ആവില്ല, നമുക്ക് ഇൻസെൻറ്റീവ് ഒപ്പിക്കാൻ പറ്റില്ല, ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് മുമ്പ് വേറൊരാൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്, മിക്കവാറും അയാളായിരിക്കും എടുത്തേക്കുന്നതെന്ന് പറഞ്ഞ് അയാളെ ഞാൻ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ നിന്ന് കട്ട് ചെയ്തിട്ട് പോയി. ഇതാണ് ആ ട്രാൻസ്ഫർ കൊണ്ട് കിട്ടിയേക്കണ പണി. ഇത് എനിക്ക് മാത്രമല്ല, ഇത് ഒത്തിരി പേർക്ക് ഇതേപോലത്തെ പരിപാടി ഇടുന്നുണ്ട്. ഒരുപാട് പേര് ഇതേപോലത്തെ പരിപാടി ഇടുന്നുണ്ട്. ചുമ്മാ ഫുഡ് പിക്ക് ചെയ്യാണ്ട് ആ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. ഇതെല്ലായിടത്തും ഉണ്ട് ഈ പരിപാടി. പക്ഷേ ഇതാണ് എനിക്ക് അതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ പണി. വെൽക്കം ടു 30 Day 80K ചലഞ്ച് ഡേ 24. സ്വിഗ്ഗി ആൻഡ് ഇൻസ്റ്റാമാർട്ട് മൊത്തത്തിൽ ഓടിയേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1333 രൂപയാണ്. ഇന്നത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 422 രൂപയാണ്. അതിൽ 300 രൂപ പെട്രോളും 122 രൂപ ഫുഡുമായിട്ടുണ്ട്. ഈ 24 ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 11,552 രൂപയാണ്. നമ്മുടെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,080 രൂപ എടുത്തായിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ഇന്നലെ 20 ഓർഡറാണ് എടുത്തത്, 21 ഓർഡറാണ് എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂർ എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.